നമസ്കാരം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കോൺഗ്രസിനോട് ചർച്ച ചെയ്യാതെ ഭാരതത്തെ യുദ്ധത്തിൽ പങ്കാളിയാക്കിയതിൽ കോൺഗ്രസിന് നീരസമുണ്ടായി. അതിൽ പ്രതിഷേധിച്ച് പ്രവിശ്യാ തലത്തിലുള്ള എല്ലാ കോൺഗ്രസ് സർക്കാരുകളും രാജിവെക്കുവാൻ നെഹ്റു നിർബന്ധിച്ചു. ഈ ഒരു മണ്ടൻ തീരുമാനം ആസാമിന്റെ സെക്യൂരിറ്റിയെ എപ്രകാരമാണ് പ്രതിലോമമായി ബാധിച്ചത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആസാമിന്റെ ഒരു ചെറു ചരിത്രം നാം അറിയണം. 13-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ഏതാണ്ട് 600 വർഷക്കാലം ആസാം അഹോം രാജവംശത്തിന്റെ കീഴിലായിരുന്നു. അഹോം രാജവംശത്തിന്റെ ശക്തി ക്ഷയിച്ചതോടെ 1821 ആസാം ബർമയുടെ പിടിയിലായി. എന്നാൽ 1826 ബർമീസ് അധിനിവേശത്തെ പുറന്തള്ളി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസാമിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസാമിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ഈസ്റ്റ് ബംഗാളിൽ നിന്നും, അതായത് ഇന്നത്തെ ബംഗ്ലാദേശ്, അവിടെ നിന്നും ധാരാളം കർഷകരെ ഇംഗ്ലീഷുകാർ ആസാമിലേക്ക് കൊണ്ടുവന്നു. പ്രധാനമായും തേയിലത്തോട്ടത്തിലെ പണിക്ക് വേണ്ടിയാണ് ഈ കർഷകരെ അവർ ആസാമിലേക്ക് കൊണ്ടുവന്നത്. ഈസ്റ്റ് ബംഗാളിൽ നിന്നും ആസാമിലേക്കുള്ള ഒരു മുസ്ലിം മൈഗ്രേഷൻ ആരംഭിക്കുന്നത് അന്നു മുതൽക്കാണ്. ഈസ്റ്റ് ബംഗാളിൽ നിന്നും ആസാമിലേക്കുള്ള മൈഗ്രേഷന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. 1905 ബ്രിട്ടീഷ് ഗവൺമെന്റ് ബംഗാളിനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് വിഭജിച്ചു. മുസ്ലിം ഭൂരിപക്ഷ ഈസ്റ്റ് ബംഗാൾ എന്നും ഹിന്ദു ഭൂരിപക്ഷ വെസ്റ്റ് ബംഗാൾ എന്നും. ഈസ്റ്റ് ബംഗാളാണ് ഇന്നത്തെ ബംഗ്ലാദേശ്. ബംഗാൾ വിഭജനം നടത്തിയപ്പോൾ ബ്രിട്ടീഷ് അതോറിറ്റീസ് ചെയ്തത് ആസാമിനെ മുസ്ലിം ഭൂരിപക്ഷമായ ഈസ്റ്റ് ബംഗാളിൽ ഉൾപ്പെടുത്തി. സ്വാഭാവികമായും ആസാം മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന ഒരു പ്രതീതി അത് ജനിപ്പിച്ചു. 1906 ഡിസംബറിലാണ് ധാക്കയിൽ വെച്ച് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമാകുന്നത്. അതിന്റെ ഫൗണ്ടിംഗ് സമ്മേളനത്തിൽ തന്നെ ഈസ്റ്റ് ബംഗാളിൽ നിന്നും മുസ്ലിങ്ങൾ വലിയ തോതിൽ ആസാമിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നും ആസാമിനെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കണമെന്നും ആഹ്വാനങ്ങൾ ഉണ്ടായി. ആസാമിലെ മുസ്ലിം ജനസംഖ്യയിലെ വലിയ വർധനവ് 1931 സെൻസസ് റിപ്പോർട്ടിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ജമ്മു ആൻഡ് കാശ്മീർ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ആസാം. 34% ആസാമിലെ മുസ്ലിം പോപ്പുലേഷൻ. അതിൽ 4% മാത്രമാണ് ആസാമീസായ മുസ്ലിങ്ങൾ. ബാക്കി 30% ഈസ്റ്റ് ബംഗാളിൽ നിന്നും, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി വന്നവരാണ്. ഈ ബംഗ്ലാദേശി കുടിയേറ്റം ഭാവിയിൽ ഉണ്ടാക്കുവാൻ പോകുന്ന സുരക്ഷാ ഭീഷണിയെക്കുറിച്ച് ആദ്യം തിരിച്ചറിഞ്ഞ വ്യക്തികളിൽ ഒരാൾ സാവർക്കർ ആയിരുന്നു. 1930 ഗോപിനാഥ് ബോർഡോളിയെ പോലെയുള്ള ആസാമിലെ കോൺഗ്രസ് നേതൃത്വവും ഈ മൈഗ്രേഷനെതിരെ വലിയ തോതിൽ ശബ്ദമുയർത്തുവാൻ ആരംഭിച്ചു. എന്നാൽ നെഹ്റു അടക്കമുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്നും യാതൊരു സപ്പോർട്ടും അവർക്ക് ലഭിച്ചില്ല. മാത്രമല്ല, നെഹ്റു വളരെ ലാഘവത്തോടെ അഭിപ്രായപ്പെട്ടത് തുറസായ സ്ഥലത്ത് ആൾക്കാർ താമസിക്കുന്നതിനെ എങ്ങനെ തടയുവാൻ സാധിക്കും എന്നാണ്. 1937 പ്രൊവിൻഷ്യൽ ഇലക്ഷനിൽ ഗോപിനാഥ് ബോർഡോളിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാരാണ് ആസാമിൽ അധികാരത്തിൽ വന്നത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നെഹ്റുവിന്റെ ബുദ്ധിശൂന്യമായ നിർദ്ദേശത്തിന് വഴങ്ങി സകല പ്രവിശ്യകളിലും കോൺഗ്രസ് സർക്കാരുകൾ രാജിവെച്ചു. ആസാമിൽ ബോർഡോളി ഗവൺമെന്റിനും രാജിവെക്കേണ്ടി വന്നു. വാസ്തവത്തിൽ പട്ടേലിനും സുഭാഷിനും ആസാമിലെ കോൺഗ്രസ് സർക്കാർ തുടരണം എന്ന അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നെഹ്റുവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാരുകൾ എല്ലായിടത്തും രാജിവെച്ചു. ആസാമിലും അതുതന്നെ സംഭവിച്ചു. കോൺഗ്രസ് ഗവൺമെന്റ് രാജിവെച്ചതോടെ മുസ്ലിം ലീഗ് ആസാമിൽ അധികാരത്തിലെത്തി. 7 കൊല്ലം തുടർച്ചയായി മുസ്ലിം ലീഗ് ആസാം ഭരിച്ചു. ഈ 7 കൊല്ലക്കാലം കൊണ്ട് ആസാമിൽ ഒരു ശക്തമായ മുസ്ലിം ബേസ് ലീഗ് ഉണ്ടാക്കിയെടുത്തു. ആസാമിനെയും വടക്ക് കിഴക്കൻ പ്രദേശങ്ങളെയും നശിപ്പിക്കുന്ന നിരവധി നടപടികളിലൂടെ ലീഗ് മുന്നോട്ട് പോയി. 1941 ആസാമിലെ മുസ്ലിം ലീഗ് സർക്കാർ പാസാക്കിയ ലാൻഡ് സെറ്റിൽമെന്റ് പോളിസി അനുസരിച്ച് ഈസ്റ്റ് ബംഗാളിൽ നിന്നും ധാരാളം മുസ്ലിം കുടിയേറ്റക്കാർ ആസാമിലേക്ക് ഒഴുകിയെത്തി. ആസാമിലെ 4 ജില്ലകളിൽ മുസ്ലിം ജനസംഖ്യ 4 ഇരട്ടിയായി വർദ്ധിച്ചു. 1946 ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കരാർ അനുസരിച്ച് ആസാം മുഴുവനായും പാകിസ്ഥാന്റെ ഭാഗമാക്കുവാൻ തീരുമാനിച്ചു. നെഹ്റുവും ജിന്നയും അതിന് അനുകൂലവുമായിരുന്നു. എന്നാൽ ഗോപിനാഥ് ബോർഡോളിയുടെ നേതൃത്വത്തിൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഈ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് വന്നു. മുസ്ലിം ലീഗിന്റെയും നെഹ്റുവിന്റെയും നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ
ആസാം ഇന്ന് ബംഗ്ലാദേശിന്റെ ഭാഗമായിരുന്നേനെ. ആസാം ഇന്ന് ഭാരതത്തിന്റെ ഭാഗമായി തുടരുന്നത് ഗോപിനാഥ് ബോർഡോളി എന്ന വലിയ നേതാവിന്റെ ശ്രമഫലമായാണ്. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നിടം വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.